ബക്രീദാണല്ലോ ഇപ്പോൾ. ബക്രീദിൽ പശുവിനെ വെട്ടിക്കൊല്ലുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ എന്തോ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആണെന്നായിരുന്നു കുറേ കാലമായിട്ട് അവർ ആർഗ്യൂ ചെയ്തുകൊണ്ടിരുന്നതും മറ്റുള്ളവരൊക്കെ വിശ്വസിച്ചുകൊണ്ടിരുന്നതും മതേതരത്വത്തിൻ്റെ പേരിൽ എല്ലാവരും സഹിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് തലകുത്തി മറിഞ്ഞ അനുഭവമാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്ന വാർത്തകളിൽ കാണുന്നത്. സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹം ബംഗാളിൽ നിലവിലുണ്ടായിരുന്ന എന്നാൽ നടപ്പാക്കാതെ കിടന്ന ഗോവധ നിരോധന നിയമം എടുത്ത് നടപ്പിലാക്കി. അതിൽ പശുവിനെ കൊല്ലുന്നത് സമ്പൂർണ്ണമായിട്ട് നിരോധിച്ചിരിക്കുന്നു. അതിൽ ചില്ലറ ഇളവുകളുണ്ട് കേട്ടോ. എന്തോ 14 വയസ്സ് കഴിഞ്ഞ പശുക്കളെ വയസ്സായി അങ്ങനെയൊക്കെ ഉള്ളതിനെ അറുക്കാൻ, അത് പ്രത്യേക സ്ഥലത്ത് പബ്ലിക്കായിട്ടൊന്നും അറുക്കാനൊന്നും പറ്റില്ല. കേരളത്തിലൊക്കെ ചെയ്യുന്ന പോലെ അറുത്തിങ്ങനെ അതിൻ്റെ കണ്ണൊക്കെ തുറിച്ച് അതിൻ്റെ തല തൂക്കിയിടുക, ഇതുപോലത്തെ കലാപരിപാടികളൊന്നും ഇനിയിപ്പോൾ ബംഗാളിൽ നടക്കില്ല. ഇത്രയും കാലം CPM കോൺഗ്രസും അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം മമതാ ബാനർജിയും ഒക്കെ ഭരിക്കുമ്പോൾ ഇവരുടെയൊക്കെ അഴിഞ്ഞാട്ടമായിരുന്നു പശുവിനെ തലങ്ങും വിലങ്ങും കൊല്ലുക. ബംഗാളിൽ പശു തികയാഞ്ഞിട്ട് ബംഗ്ലാദേശിൽ നിന്ന് പശുക്കളെ കൂട്ടമായിട്ട് കൊണ്ടുവന്ന് അറുത്ത് അർമാദിക്കുക. ഇതൊക്കെ ഹിന്ദുക്കളെ തോൽപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിനെ ധൈര്യപൂർവ്വം നേരിട്ടു സുവേന്ദു അധികാരി. അദ്ദേഹം ആ പഴയ ആക്ട് പൊക്കിയെടുത്തു. അതൊരു പ്രത്യേക സർക്കുലർ വഴി റീഎനാക്ട് ചെയ്ത് പ്രഖ്യാപിച്ചു. വലിയ ബഹളമൊന്നും ഉണ്ടായില്ല. കാരണം സുവേന്ദു അധികാരി മീൻസ് ബിസിനസ്. ഏകദേശം യോഗി ആദിത്യനാഥിൻ്റെ പാതയിലാണ് സുവേന്ദു അധികാരി പോകുന്നത്. അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ ബുൾഡോസർ വെച്ച് തന്നെ പൊളിക്കുന്നു. മമതാ ബാനർജിയുടെ ബന്ധുക്കാരനുണ്ടല്ലോ ആ മനുഷ്യൻ, അഭിഷേക് ബാനർജിയുടെ 40 ബിൽഡിങ്ങിന് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഈ 40ഉം അനധികൃതമായിട്ട് നിർമ്മിച്ചതാണ്. ഒന്നുകിൽ നിങ്ങൾ തന്നെ പൊളിച്ചു മാറ്റുക, അല്ലെങ്കിൽ ബുൾഡോസർ വെച്ച് ഞങ്ങൾ പൊളിച്ചു മാറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുവേന്ദു അധികാരി നിന്ന് പൊളിപ്പിക്കുകയാണ്. അല്ലാതെ അങ്ങേരെ സെക്രട്ടേറിയറ്റിൽ ഉറങ്ങിക്കിടക്കുകയും പോലീസുകാരെന്തെങ്കിലും തോന്നിവാസം കാണിക്കുകയും അല്ല. അതിലേക്ക് പിന്നീട് വരാം. ഈ പശുവിൻ്റെ കാര്യത്തിൽ നമ്മുടെ താടിക്കാരും തലക്കെട്ടുകാരും ഒക്കെ ഇപ്പോൾ സുവേന്ദുവിൻ്റെ ഭാഗത്തായി. അവർ പറയുന്നത് ഇങ്ങനെയൊന്നും ഖുറാനിലോ ഹദീസിലോ ഒന്നും പറഞ്ഞിട്ടില്ല, പശുവിനെ കൊല്ലാൻ പറഞ്ഞിട്ടില്ല. കാരണം അറബി നാട്ടിലാണല്ലോ ഇതൊക്കെ ഉണ്ടായത്, ഖുറാനും ഹദീസും ഒക്കെ. അവിടെ പശു ഇല്ല. അതുകൊണ്ട് പശുവിൻ്റെ കാര്യം അറുക്കണമെന്നോ വേണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അറുക്കണമെന്ന് നിർബന്ധമില്ല. മാത്രമല്ല സുവേന്ദു അധികാരി നല്ലൊരു ഭരണാധികാരിയാണ്. അദ്ദേഹം അനാവശ്യമായിട്ട് ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല. ഇസ്ലാമിന് ചെയ്തുകൂടാത്ത ചില കാര്യങ്ങൾ ഇസ്ലാം ചെയ്തുകൊണ്ടിരുന്നു, അത് നിർത്തണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിയമം അനുസരിക്കുന്ന പൗരന്മാരെന്നുള്ള നിലയ്ക്ക് മുസ്ലിങ്ങൾ അത് അനുസരിക്കുകയാണ് വേണ്ടതെന്ന് താടിയും തലക്കെട്ടുമുള്ള ആൾക്കാരും അങ്ങ് തീരുമാനിച്ചു. എന്നാലും ചിലർ കോടതിയിൽ പോയി. കൽക്കട്ട ഹൈക്കോടതി പറഞ്ഞു, ഇതിനകത്ത് ഇടപെടാൻ ഞങ്ങൾ യാതൊരു പഴുതും കാണുന്നില്ല, ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് ഹർജി തള്ളിക്കളഞ്ഞു. അപ്പോൾ ഒരാളുകൂടി സുപ്രീം കോടതിയിൽ വന്നു. അത് ഇന്നലെയായിരുന്നു. സുപ്രീം കോടതിയിൽ വന്നിട്ട് വികാരാധീനായിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, ഞങ്ങളുടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസാണ് പശുവിനെ അറക്കുക എന്നുള്ളത്. ആണല്ലോ. കേരളത്തിലെ ഒരു കോൺഗ്രസ്സുകാരൻ ചെറുക്കനാര റിജിൽ മാക്കുറ്റി, അവനൊരു ഓപ്പൺ ടെമ്പോയിലിട്ട് പശുക്കുട്ടിയെ അറക്കുന്നത് നമ്മളത് കണ്ടതല്ലേ. അതിൻ്റെ ചോര കൊണ്ട് അവൻ അഭിഷേകം ചെയ്യുകയും അതിൻ്റെ കുടൽമാല കഴുത്തിലിട്ട് നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്ത അധമന്മാരുടെ നാടാണ് കേരളം. പക്ഷേ ബംഗാളിൽ ഇത് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ സുവേന്ദു അധികാരി അതിന് ബ്രേക്ക് ഇട്ടു.
അപ്പോൾ ഇത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏർപ്പാട് സുപ്രീം കോടതി കണ്ടിട്ടുണ്ട്. അതായത് ചില ആചാരങ്ങൾ, ആ ആചാരങ്ങൾ നിർത്തിയാൽ ആ മതത്തിൻ്റെ അടിത്തറ ഇളകുമോ? അങ്ങനെ ഇളകും എന്നുള്ള ആചാരങ്ങളെയാണ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന ഉഷപൂജ, ആ ഉഷപൂജ നടത്തിയില്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെ ആ മൂർത്തിക്ക്, ആ സങ്കല്പത്തിനൊക്കെ ദോഷം വരും. അത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസാണ്. അത് കോടതി നിർത്തിക്കുകയില്ല. അതുപോലെയാണ് രാത്രി പൂജ, ഉച്ചപൂജ, ശിവേലി, ഇതുപോലെ എസെൻഷ്യലായിട്ട് അതില്ലാതെ ആ മതത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ. ഇങ്ങനെയുള്ളതിനെയാണ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതല്ലാത്തത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല. അതിൽ കോടതിക്കോ സർക്കാരിനോ ഇടപെടാം, ഭേദഗതി വരുത്താൻ ആവശ്യപ്പെടാം, നിർത്തിവെക്കാൻ ആവശ്യപ്പെടാം, മോഡിഫൈ ചെയ്യാൻ ആവശ്യപ്പെടാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇതാണ് കോടതി ഒരു 1954 മുതൽ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിളിൻ്റെ അതിർത്തി എവിടെ വരെ എന്ന് തീരുമാനിക്കുന്നതാണ് ഇപ്പോൾ വിശാല ബെഞ്ചുണ്ടല്ലോ, നമ്മുടെ 9 അംഗ ബെഞ്ച്. ആ ബെഞ്ച് ഇതിൻ്റെ ഈ അധികാരങ്ങളുടെ അതിർത്തി എവിടെ വരെ എന്ന് തീരുമാനിക്കുക എന്നുള്ള ജോലിയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വാദം പൂർത്തിയായി, ഇനിയിപ്പോൾ വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതാണ് കോടതിയിലെ സമ്പ്രദായം. അപ്പോൾ കോടതിയിൽ ഈ പശുക്കൊലയുടെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞു, ഇതിപ്പോൾ ഇത്ര അത്യാവശ്യമായിട്ട് കേൾക്കേണ്ട കേസൊന്നുമില്ല, ഇത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല. ഇനി അങ്ങനെയൊക്കെ നിങ്ങൾ വാദിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അത് വിശാലമായിട്ട് പരിശോധിക്കേണ്ടി വരും. ഇപ്പോൾ നാളെ ബക്രീദാണ്, ആ സമയത്ത് നിങ്ങൾ ഓടി വന്നിട്ട് ഇതുപോലത്തെ കൊസ്രാക്കുളിയുമായിട്ട് വന്നാൽ കോടതിക്ക് ഇടപെടാൻ പറ്റില്ല. കേസ് സാധാരണ രീതിയിൽ കേൾക്കാം, അത് ലിസ്റ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. ഇതും വലിയൊരു തിരിച്ചടിയായി. കേസ് തള്ളിയില്ല, വേറൊരു ദിവസത്തേക്ക് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ചീഫ് ജസ്റ്റിസ് എണീറ്റ് അങ്ങേരുടെ പാട്ടിന് പോയി. അപ്പോൾ എല്ലാം കൊണ്ടും ഈ ക്യാമ്പയിൻ പരാജയപ്പെട്ടു. അപ്പോൾ അങ്ങനെ പശുക്കൊലയില്ലാത്ത ആദ്യത്തെ ബക്രീദ് പശ്ചിമ ബംഗാളിൽ നടക്കും. അതിനുശേഷം ഇതിന് ഏകദേശം പാരലായിട്ട് നടന്ന സംഭവമാണ്. അമിത്ഷാ ഒരു പ്രഖ്യാപനം നടത്തി, ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ്, അനധികൃത കുടിയേറ്റക്കാരെ അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാനുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിൽ മുൻ ഹൈക്കോടതി ജഡ്ജി, മുൻ പോലീസ് ഓഫീസർ, ഇതുപോലെ എമിനൻ്റ് ആയിട്ടുള്ള പിന്നെ സെർവിങ് ആയിട്ടുള്ള IASകാർ ഇതൊക്കെ ചേർന്ന ഒരു സമിതിയെ നിശ്ചയിച്ചു. അവർ ഭാരതത്തിലെങ്ങും ഉള്ള നുഴഞ്ഞുകയറ്റക്കാരെ ഐഡൻറ്റിഫൈ ചെയ്ത് പുറത്താക്കാനുള്ള നടപടി അവരും സംസ്ഥാന സർക്കാരും ജില്ലാ കളക്ടറും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും എല്ലാം കൂടെ ചെയ്യും. അതിനുള്ള ചട്ടങ്ങൾ സംഗതികളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രഖ്യാപനം വന്നതോടെ ബംഗാളിൽ, പ്രത്യേകിച്ച് ഹക്കീംപുര എന്ന ബോർഡറാണ്, അത് 24 പർഗാനസിലാണ്, അവിടെ വലിയ ആൾക്കൂട്ടമായി. എല്ലാവരും കൂടെ ബംഗ്ലാദേശികൾ വോളണ്ടിയർലി തിരിച്ച് ബംഗ്ലാദേശിലേക്ക് പൊക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കൂടിയിരിക്കുന്നത്. അവിടെ ഒരു നദിയുണ്ട്, അതാണ് ബംഗ്ലാദേശും ഭാരതവും തമ്മിലുള്ള ബോർഡർ. ആ നദി ഇപ്പോൾ ഉണങ്ങിക്കിടക്കുന്നു, വെള്ളമില്ല. അല്പം ചതുപ്പ്, കുറച്ച് ചെളി, ബാക്കി മണൽ. നമ്മുടെ ഭാരതപ്പുഴ ഉണങ്ങിക്കഴിയുമ്പോൾ കിടക്കുന്ന കിടപ്പില്ലേ, അതുപോലെയൊക്കെ തന്നെ ഏകദേശം. അതൊരു 50-60 മീറ്ററേ ഉള്ളൂ. അപ്പോൾ അക്കരെ ബംഗ്ലാദേശ്, ഇക്കരെ ഭാരതം. ഇവിടെയാണ് ഹക്കീംപുര ചെക്ക് പോസ്റ്റ് ഉള്ളത്. അവിടെയാണ് ഏറ്റവും അധികം ആൾ കൂടിയിരിക്കുന്നത്. വേറെയും ചെക്ക് പോസ്റ്റുകളിൽ ജയനഗർ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തടുപ്പിച്ചൊക്കെയുള്ള ചെക്ക് പോസ്റ്റുകളൊക്കെ ആട് കൂടിയിട്ടുണ്ട്. അവിടെ BSFകാരുണ്ട്. BSFകാർ ഇവരുടെ റെക്കോർഡൊക്കെ പരിശോധിച്ചിട്ട് ഓരോരുത്തരെയായിട്ട് തിരിച്ച് ബംഗ്ലാദേശിലേക്ക് വിടും. ബംഗ്ലാദേശിൽ ഇതിൻ്റെ അതോറിറ്റി BGB എന്ന് പറഞ്ഞിട്ട് ബംഗ്ലാദേശ് ഏർപ്പാടാണത്. അവർ ഇവരെ എടുത്തോളാമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുന്നതായി കഴിഞ്ഞപ്പോൾ ബംഗ്ലാദേശികൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അവരിൽ പലരും പലവിധ ഉദ്ദേശത്തോടെയാണ് ഇന്ത്യയിലേക്ക് കടന്നത്. ഉദ്ദേശം എന്തുമായിക്കോട്ടെ,
അതിൽ കുറ്റവാളികൾ ആരെങ്കിലും ഉണ്ടോ? ബംഗ്ലാദേശിൽ കുറ്റകൃത്യം ചെയ്തവർ, ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് ഓടി വന്നവർ, ഇവിടെ വന്നു കഴിഞ്ഞ് കുറ്റം ചെയ്തവർ, അവർക്കും തിരിച്ച് ബംഗ്ലാദേശിലേക്ക് രക്ഷപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ ഐസൊലേറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ളവർക്ക് താമസിക്കാനായിട്ട് ധൃതി പിടിച്ച് ഡിറ്റൻഷൻ സെൻറ്ററുകൾ പണിയുന്നു. ഡിറ്റൻഷൻ സെൻറ്ററിൽ ഇവർക്ക് താമസിക്കാം. ഇവരുടെ റെക്കോർഡൊക്കെ പരിശോധിക്കുന്നവരെ കൃത്യമായിട്ട് നോക്കിയിട്ട് ഓരോരുത്തരെയായിട്ട് വിടുകയുള്ളൂ. അതുവരെ ഇവരുടെ ഭക്ഷണം, ചികിത്സ, താമസം ഇതെല്ലാം പശ്ചിമ ബംഗാൾ സർക്കാർ നോക്കിക്കോളും. സുവേന്ദു അധികാരി പബ്ലിക്കായിട്ട് പുള്ളി പല അനൗൺസ്മെൻറ്റും റോഡിലാണ് നടത്തുന്നത്. റോഡിൽ വെച്ച് പുള്ളി പറഞ്ഞു, എൻ്റെ സ്നേഹിതന്മാരെ, നിങ്ങൾ ഞങ്ങളുടെ അതിഥികളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം, കിടപ്പാട് ഞാൻ ഉറപ്പിക്കും, പക്ഷേ നിങ്ങൾ സമാധാനമായിട്ട് തിരിച്ചു പോകണം, നിങ്ങളെ എടുക്കാൻ അക്കരയിൽ ആൾ നിൽപ്പുണ്ട്. അപ്പോൾ ഇതിൽ വീണ്ടും കുറച്ച് പേര് കെണിയും. പകുതി റെക്കോർഡുള്ളവർ, പല രീതിയിലുള്ള സംശയത്തിലുള്ളവർ, ഇവരെ എന്ത് ചെയ്യും? ഇവരെയാണ് രാത്രിയിൽ കടത്തിവിടുന്നത്. BSFകാർ രാത്രി ഇവരോട് പറയും, 50 മീറ്ററല്ലേ ഉള്ളൂ, നദി ഉണങ്ങി കിടക്കുകയല്ലേ, താൻ വന്ന പോലെ അങ്ങ് തിരിച്ചു വെക്കോ എന്ന് പറയും. ഇനി നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ തന്നെ ഒരാൾ വെട്ടുപിഴച്ച് റെക്കോർഡില്ലാതെയോ ഇവരുടെ കയ്യിൽ പെട്ട് അബദ്ധവശാൽ ബംഗ്ലാദേശിലേക്ക് പോയെന്ന് വെച്ചോ, അവരും അത് ഇഷ്യൂ ഒന്നും ആക്കുകയില്ല. അയാളെ രാത്രി തിരിച്ച് ഭാരതത്തിലേക്ക് പൊക്കോളം പറഞ്ഞ് അവരും വിടും. അതിന് റെക്കോർഡുണ്ടാവില്ലെന്നേ ഉള്ളൂ. ഇയാളൊന്ന് പോയി തിരിച്ചു വന്നതാണ് എന്ന് ബംഗ്ലാദേശിയുടെ കയ്യിലും റെക്കോർഡുണ്ടാവില്ല, ഭാരതീയൻ്റെ കയ്യിലും റെക്കോർഡുണ്ടാവില്ല. സാരമില്ല, ഒന്ന് ടൂറ് പോയി തിരിച്ചു വന്നു എന്ന് വിചാരിച്ചാൽ മതി. ഇത് ഭാരതവും ബംഗ്ലാദേശും എഗ്രി ചെയ്തിരിക്കുന്നു. ബംഗ്ലാദേശിൽ ഇപ്പോൾ പുതിയ ഭരണകൂടമാണല്ല, ആ ഭരണകൂടം വന്നതോടുകൂടി അവർ ഒരു കാര്യം, ഭാരതവുമായിട്ട് കഴിയുന്നത്ര വഴക്കില്ലാതെയൊക്കെ, ഇപ്പോൾ വഴക്കിടണമെന്നൊക്കെയുണ്ട്, പക്ഷേ അതിനുള്ള ആരോഗ്യമില്ല, ചാപ്പാട് കഴിക്കാൻ കാശില്ല, അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ആളുകളെ തിരിച്ചെടുക്കാൻ അവർക്കും സമ്മതമാണ്. ഇവരുടെ ഈ ഇങ്ങനെ വന്ന് ചെക്ക് പോസ്റ്റിൽ കൂടിയിരിക്കുന്നവരുടെ ഇൻ്റർവ്യൂ ഇന്ത്യ TV എന്ന് പറഞ്ഞിട്ടൊരു TVക്കാർ ഇൻ്റർവ്യൂ ചെയ്തു. ഞാൻ ആ ഇൻ്റർവ്യൂ വെറുതെ സമയം കിട്ടിയപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അതിനകത്ത് ഒരു പയ്യൻ, നല്ല ഒരു 10-23 വയസ്സുള്ള നല്ല ആരോഗ്യമുള്ള ചെറുക്കനാണ്, കാണാനും സുന്ദരൻ. അവനോട് ചോദിക്കുന്നു, നീ എവിടെ നിന്ന് വന്നു? ഞാൻ ബംഗ്ലാദേശിൽ നിന്ന് വന്നു. എന്തിനാ വന്നത്? ആദ്യപ്പോൾ ഇവിടെ നല്ല ജോലിയും ശമ്പളമൊക്കെയാണെന്ന് കേട്ടു, അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ചാടി. എന്നിട്ട് നീ എവിടെയായിരുന്നു? ഞാൻ കേരളം എന്നൊരു സ്ഥലത്ത് ആയിരുന്നു. ഇപ്പോൾ SIR ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്നു. കാരണം പിന്നെ ഓവർ സ്റ്റേ ചെയ്ത് പിടിക്കപ്പെട്ട് പോലീസിലോ ലോക്കപ്പിലോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. അതുകൊണ്ട് ഏറ്റവും വേഗം തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ വന്നതാണ്. അപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്, കേരളത്തിൽ പരക്കെ ഒരു സംസാരം ഇപ്പോൾ ഉണ്ടല്ലോ, വോട്ട് ചെയ്യാൻ പോയ ബംഗാളി പലരും തിരിച്ചു വന്നിട്ടില്ല, 20% പേരെ വന്നിട്ടുള്ളൂ, 40% പേരെ വന്നിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നു. ഇതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്തെ ബംഗ്ലാദേശികളൊക്കെ അങ്ങോട്ട് കടക്കാനായിട്ട് പോയി. വേറൊരു ആൾക്കാരുണ്ട്, അത് ബംഗാളികൾ തന്നെയാണ്. അവിടെ സുവേന്ദു അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ഫാക്ടറികൾ തുറക്കും എന്നുള്ളൊരു വാർത്ത പരന്നു. കൃത്യമായിട്ട് എത്ര ഫാക്ടറി തുറന്നു അതൊന്നും ആയിട്ടില്ല. പക്ഷേ എല്ലാവർക്കും ഒരു വിശ്വാസം വന്നു, സുവേന്ദു വേണ്ടത് ചെയ്യും. അപ്പോൾ ഏത് ഫാക്ടറി പൂട്ടിയിട്ടാണോ ഇവൻ അനാഥനായിട്ട് ഓടിപ്പാഞ്ഞ അവസാനം കേരളത്തിലെത്തിയത്, ആ ഫാക്ടറി തുറക്കും എന്നുള്ള പ്രതീക്ഷയിൽ അവനവിടെ തങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ കൊണ്ടാണ് ഈ കടന്നു കളഞ്ഞ ബംഗാളികൾ തിരിച്ചു വരാത്തത്. ചിലരൊക്കെ പറയുകയും ചെയ്തു, മൊബൈലിൽ അവരുടെ മുതലാളിയോടും ഏജൻറ്റിനോടും ഒക്കെ സംസാരിച്ചിട്ട് ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞവരുണ്ട്. ചിലർ കൂടുതൽ ശമ്പളം തന്നാൽ വരാം എന്ന് പറഞ്ഞവരുണ്ട്. ഇവരൊക്കെ മിക്കവാറും ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ബംഗാളികളാണ്, ബംഗ്ലാദേശികളല്ല. ബംഗ്ലാദേശികൾക്ക് അങ്ങനെ പറയാനിപ്പോൾ ധൈര്യമില്ല. ഏതായാലും മെല്ലെ ബംഗാൾ നോർമൽസിയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള വാർത്തയാണ് കാണുന്നത്. അപ്പോൾ ഗോവധ നിരോധനം ബംഗാളിൽ നടപ്പാകും എന്ന് ആരും വിചാരിച്ചിരുന്നതല്ല. പക്ഷേ ഒരു ജാഥയില്ലാതെ, ഒരു പ്രൊട്ടസ്റ്റ് ഇല്ലാതെ, ഒന്ന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും തല കാണിച്ചിട്ട് ആ പ്രശ്നം അവസാനിച്ചിരിക്കുന്നു. ബംഗ്ലാദേശികളെ തുരത്തുന്നതിൽ വലിയ പ്രതിഷേധം ഉണ്ടാവേണ്ടതാണ്. ഉത്തർപ്രദേശിൽ, ഹൈദരാബാദിൽ, ഡൽഹിയിൽ, ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിൽ,
ഇവിടെയൊക്കെ ഇപ്പം പ്രശ്നം ഉണ്ടാകേണ്ടതാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകേണ്ടതാണ്. കേരളത്തിലെ ചാനലുകളെല്ലാം നെഞ്ചത്തടിയും നിലവിളിയും നടക്കേണ്ടതാണ്. നമ്മളുടെ പഴയ വേണു ബാലകൃഷ്ണൻ ഇപ്പോൾ ബിഗ് ടി വിയിലുണ്ട്, നെഞ്ചത്തടിച്ച് ബഹളം കൂട്ടേണ്ടതാണ്. മുസ്ലിങ്ങളെ നാട് കടത്തുന്നു കാണുന്നില്ല ബഹളം. ഷാനി പ്രഭാകർ സൈലൻറ്റ്, വിനു വി ജോൺ സൈലൻറ്റ്. ഇവരൊക്കെ വലിയ മുസ്ലിങ്ങൾക്ക് വേണ്ടി വീറോടെയും വാശിയോടെയും CAA കാലത്ത് വാദിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഓർമ്മയില്ലേ? മുസ്ലിം ലീഗ് വാളെടുത്ത് നിൽക്കുകയായിരുന്നു CAA കാലത്ത്. എന്തൊരു പ്രകടനം, എന്തൊരു വാശി. ഇപ്പം അനക്കമില്ല ആർക്കും. അമിത്ഷായുടെ പ്രഖ്യാപനത്തെപ്പറ്റി റിപ്പോർട്ട് പോലും മലയാള മാധ്യമങ്ങളിലില്ല. എങ്ങനെ റിപ്പോർട്ട് ചെയ്യും? പൊതുവേ മലയാള മാധ്യമങ്ങളെ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറ്റ് സംസ്ഥാനങ്ങളിലെ വാർത്ത, പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിനെ പറ്റി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു എന്നൊരു വാർത്ത കൊടുക്കണ്ടേ? ഇപ്പോൾ കേരളത്തെക്കാൾ 4-5 ഇരട്ടി വലിപ്പമുള്ളൊരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അവിടെ പുതിയൊരു മുഖ്യമന്ത്രി വന്നു, നിങ്ങളുടെ പ്രിയപ്പെട്ട മമത എന്ന് പറയുന്ന ദീദി വീട്ടിൽ പോയി എന്നൊരു വാർത്ത കൊടുക്കണ്ടേ? അതൊന്ന് ചർച്ച ചെയ്യണ്ടേ? അവർക്ക് ചർച്ച ചെയ്യണ്ട. അവരെല്ലാ ചർച്ചയും കൂടെ ചുരുട്ടിക്കൂട്ടി VD സതീശൻ്റെ തലയ്ക്കാക്കി. അങ്ങേരുടെ ചിരി, അങ്ങേരുടെ നടപ്പ്, അങ്ങേരുടെ മുണ്ട് മടക്കി കുത്ത്, ഇതിൻ്റെയൊക്കെ പറ്റിയുള്ള ചർച്ചകളാണ് കേരളത്തിൽ. സാരമില്ല, സമാധാനമായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ. ഞാനിവർ ഈ പശു എടുത്തും ഈ ബംഗ്ലാദേശികളുടെ കാര്യം പറഞ്ഞും ഇവിടെ TV-യിൽ കിടന്ന് ഒച്ച വയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവനല്ല. എന്നാലും അവരെ ഒന്ന് കുത്തിപ്പറഞ്ഞെന്നേ ഉള്ളൂ. വലിയ വീരസ്യമൊക്കെ CAA കാലത്തും മോദി അധികാരത്തിൽ വന്ന ഉടനെ പശു എന്ന് പറഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു. 2014-15 കാലഘട്ടത്തിൽ TV കണ്ടവർക്കറിയാം. TV ചർച്ചകൾ സ്റ്റുഡിയോയിലിട്ട് BJP-ക്കാരെയൊക്കെ വെട്ടിക്കൊല്ലുകയല്ലായിരുന്നു. ഇപ്പം ആളും ആരവമൊക്കെ ഒഴിഞ്ഞു. കാരണം ഒരു നമ്പറും ചിലവാകുന്നില്ല. സമാധാനമായിട്ട് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ ബംഗ്ലാദേശിൽ മാത്രമല്ല, ഈ കമ്മിറ്റി അമിത്ഷാ ഫോം ചെയ്ത കമ്മിറ്റി എല്ലാ സംസ്ഥാനങ്ങളിലും ഇവരെ തിരഞ്ഞുപിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലും ഉണ്ടാകും. നമ്മളിപ്പോൾ കാണുന്ന പല മാന്യന്മാരും ഒരുപക്ഷെ ബംഗ്ലാദേശിൽ നിന്ന് 10, 20, 25, 40 വർഷം മുമ്പ് കുടിയേറിയവരായിരിക്കും. നമുക്കവരെ മനസ്സിലാകുന്നില്ല, പക്ഷേ സിസ്റ്റത്തിന് അവരെ മനസ്സിലാകും. സിസ്റ്റം അവരെ ഐസൊലേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല, അവർ വിഷമിച്ചിട്ടും കാര്യമില്ല. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ചിലർ വോളണ്ടറി ആയിട്ട് ബോർഡറിൽ പോയിട്ട് ഞാൻ ബംഗ്ലാദേശിൽ നിന്ന് വന്നതാണ്, എന്നെ ഉപദ്രവിക്കരുത് ചേട്ടാ, ഞാൻ തിരിച്ചു പൊക്കോളാം. ശരി, തിരിച്ചു സാരമില്ല, ഇരിക്കുക. അവരെ ഇരുത്തി വിവരങ്ങളൊക്കെ ശേഖരിച്ച് അവരുടെ മറ്റേ ഫിംഗർ പ്രിൻ്റ്, അവരുടെ കണ്ണുകളുടെ ഫോട്ടോ, ഇതൊക്കെ എടുത്തിട്ട് പലർക്കും ആധാർ കാർഡ്, ഇലക്ഷൻ ID കാർഡ്, റേഷൻ കാർഡൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അവർ വോളണ്ടറി ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നു. ഇതെങ്ങനെ സംഘടിപ്പിച്ചു? അതിനൊക്കെ ഏജൻ്റ് ഉണ്ട് ചേട്ടാ. ഞാൻ ഈ കേരളത്തിൽ നിന്ന് പോയ ചെറുക്കൻ എന്ന് പറഞ്ഞില്ലേ, 5000 രൂപ കൊടുത്തിട്ടാണ് അവനെ ഒരു ഏജൻറ്റ് ബംഗ്ലാദേശിൽ നിന്ന് ഭാരതത്തിലേക്ക് കയറ്റിവിടുന്നത്. അതായത് പൂർവ്വ ബംഗാളിൽ നിന്ന് പശ്ചിമ ബംഗാളിലേക്ക് കയറ്റിവിടുന്നത്. BSF പിടിക്കാതെ, പോലീസ് പിടിക്കാതെ, സൂത്രത്തിന് രാത്രിയുടെ മറവിൽ തോട് ചാടി, മതിൽ ചാടി ഒക്കെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് വന്നു. അവരിങ്ങനെയൊക്കെ ചെയ്തു. അവരെ സഹായിക്കാൻ ആളുണ്ടായി. ആദ്യം കോൺഗ്രസ് ആയിരുന്നു പശ്ചിമ ബംഗാളിൽ, പിന്നെ അത് CPM-ൻ്റെ കയ്യിൽ പോയി, അപ്പോഴും ഇത് തുറന്നു. പിന്നെ മമതയുടെ കയ്യിൽ വന്നു, അപ്പോഴും ഇത് തുറന്നു. അപ്പോൾ വർഷം എത്രയെന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ സാമാന്യം ഭേദപ്പെട്ട് ആൾക്കാർ മരിക്കുകയും അവർക്ക് അവരുടെ കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ എസ്റ്റാബ്ലിഷ് ആകുകയൊക്കെ ചെയ്തു. എന്നാലും ഇവരെല്ലാം ട്രേസ് ചെയ്ത് തപ്പിയെടുത്ത് കുറേശ്ശെ തിരിച്ചയക്കുന്ന പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. ഇത് പെട്ടെന്നൊന്നും തീരുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു 5-8-10 വർഷം എടുക്കും എല്ലാത്തിനെയും ഐഡൻറ്റിഫൈ ചെയ്ത് പുറത്ത് കളയാൻ. കാരണം ബംഗ്ലാദേശിയുണ്ട്, അതിൻ്റെ കൂടെ മറ്റേ ചരക്കുണ്ടപ്പോൾ ഏത് കൈതമുള്ളുണ്ടല്ലോ, റോഹിംഗ്യ, അത് അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇതിനെയൊക്കെ പുറത്ത് കളയണം. പണി കുറേ ഉണ്ട്, നിസ്സാരമല്ല. തുടങ്ങിയിട്ടേ ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭംഗിയായിട്ട് മുന്നോട്ട് പോട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. താങ്ക് യു.